എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് SPCയുടെ പുതിയൊരു പ്രോഡക്റ്റായ SPC ബയോ ഓർഗാനിക് ഫുഡ്സ്. ആക്ച്വലി നമുക്ക് കെമിക്കലിലാണ് NPK വളങ്ങൾ സാധാരണയായിട്ടുള്ളത് അല്ലേ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഒരു ചെടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട പ്രാഥമിക മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം, അതായത് NPK എന്ന് പറയും. അപ്പം ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒരുമിച്ച് ജൈവ രീതിയിൽ കൊടുക്കാൻ പറ്റിയ നമ്മളുടെ പ്രോഡക്റ്റാണ് SPC ബയോ ഓർഗാനിക് ഫുഡ്സ്. അപ്പം ഇത് കൊടുക്കുന്നത് മൂലം നമുക്കറിയാം അന്തരീക്ഷത്തിൽ ധാരാളം നൈട്രജൻ ഉണ്ട്. ഏതാണ്ട് 78% നൈട്രജനാണ് അന്തരീക്ഷത്തിലുള്ളത്. ഈ അന്തരീക്ഷത്തിലെ നൈട്രജനെ ഒരു ചെടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല. അത് നൈട്രേറ്റോ അമോണിയോ ആക്കിയാൽ മാത്രമേ ചെടികൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം രാസകൃഷിയിൽ അമോണിയ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമോണിയ ആക്കുന്നു, അല്ലെങ്കിൽ നൈട്രേറ്റ് ആക്കുന്നു. നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള 78% ഉള്ള നൈട്രജനെ ചെടികൾക്ക് എടുക്കത്ത രീതിയിൽ അമോണിയ ആക്കി മാറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മളുടേത്. അപ്പം ചെടികൾക്ക് വേണ്ട ധാരാളം അമോണിയ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയിൽ നല്ല പച്ച നിറം കിട്ടാനും ചെടികളുടെ നല്ല വളർച്ചയ്ക്കും ഹരിതകം സൂക്ഷിക്കാനും എല്ലാം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളിലൊന്നാണ് അമോണിയ. അപ്പം അമോണിയ അഥവാ നൈട്രജൻ, ഈ നൈട്രജൻ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് SPC ബയോ ഓർഗാനിക് ഫുഡ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രാഥമിക മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട മൂലകങ്ങളാണ്. അത് രണ്ടാമത്തതാണ് ഫോസ്ഫറസ് അഥവാ NPK എന്ന് പറയും. P ആണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ തണ്ടിന് നല്ല ബലം കിട്ടാനും അതോടൊപ്പം തന്നെ ശക്തമായ വേരുകൾ വരാനും അതുപോലെ ഈ വേരുകൾക്കാണെങ്കിലും ശക്തിയാകാനും ആഴത്തിൽ പോകാനും എല്ലാം വേണ്ട ഒന്നാണ് ഫോസ്ഫറസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴയിലൊക്കെ ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസിയോട് എപ്പോഴും ഒടിഞ്ഞു പോകും. ഏത് സാധനത്തിനും ദൃഢത കിട്ടാൻ, അതായത് തടിക്ക് വണ്ണം വെക്കാനും എല്ലാം വേണ്ട ഏറ്റവും പ്രാഥമിക മൂലകങ്ങളിൽ പെട്ട രണ്ടാമതാണ് ഫോസ്ഫറസ്. അപ്പം നമുക്ക് രണ്ടാമത്തെ മൂലകമായ ഫോസ്ഫറസ്. പിന്നെ നമുക്കറിയാം പൊട്ടാസ്യം. പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെടിയിലും നല്ല രീതിയിൽ പൂക്കാനും പൂക്കളെല്ലാം കായാകാനും കായകൾക്ക് നല്ല വലിപ്പവും രുചിയും ഗുണവും എല്ലാം കിട്ടാനായിട്ട് ഫോസ്ഫറസ് വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ ചെടിക്ക് ആവശ്യമായ 3 മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം, NPK. അപ്പോൾ ഈ NPK നമുക്ക് ജൈവ കൃഷിയിൽ കൊടുക്കാൻ പറ്റിയത് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോഡക്റ്റാണ് ബയോ ഓർഗാനിക് ഫുഡ്സ്. ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. മണ്ണിന്, അതായത് നല്ല നമുക്ക് മണ്ണിൻ്റെ ഘടന എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു മണ്ണ്, രാസകൃഷി ചെയ്യുന്ന ഒരു മണ്ണ് എപ്പോഴും കല്ല് പോലെ ഇരിക്കും ഇല്ലേ? അതോടൊപ്പം തന്നെ അവിടെ ജൈവാംശം ഒന്നും കാണൂല, വെള്ളത്തെ പിടിച്ചു വെക്കാൻ പറ്റൂല. അതോടൊപ്പം തന്നെ സൂക്ഷ്മജീവികൾ മണ്ണിര ഒന്നും വളരുന്ന ഒരവസ്ഥയിലായിരിക്കത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ മണ്ണിരകൾക്ക് വളരാനും വെള്ളത്തെ പിടിച്ചു വെക്കാനും ജൈവാംശത്തെ മണ്ണിൽ വയ്ക്കാനും എല്ലാം നമുക്ക് നമ്മളുടെ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റുമെന്ന് മാത്രമല്ല ചെടികൾക്ക് വേണ്ട NPK നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കിട്ടുന്നു. അതോടൊപ്പം തന്നെ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും രാസകൃഷി ചെയ്യുമ്പോൾ, രാസകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തെ ഏറ്റവും പ്രശ്നം എന്നാൽ നമ്മുടെ മണ്ണ് എപ്പോഴും അസിഡിക്കായി മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓരോ തവണ രാസവളങ്ങൾ ഇടുന്തോറും മണ്ണ് അസിഡിക്കായി മാറുന്നു, മണ്ണിൻ്റെ അതായത് pH കുറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ ഘടന മാറി വരുന്നു, മണ്ണ് കൂടുതൽ കല്ല് പോലെയാകുന്നു, ജൈവാംശം കുറഞ്ഞു വരുന്നു. ഇതെല്ലാം മാറി മണ്ണ് നല്ല രീതിയിൽ ഇളക്കമുള്ളതാവുകയും ഘടന നല്ല രീതിയിലാവുകയും അസിഡിറ്റി ആകാതിരിക്കുക, അതായത് മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യുകയെല്ലാം നമ്മൾ ഈ ബയോ ഓർഗാനിക് ഫുഡ്സ് കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗപ്രദമായ സൂക്ഷ്മജീവികൾ എല്ലാം ഇത് കൊടുക്കുന്നത് കൊണ്ട് അവിടെ വളരുന്നു എന്നുള്ളതാണ്. മണ്ണിൽ എയറേഷൻ അഥവാ വായു സഞ്ചാരം ഉണ്ടാകുന്നു. അത് വായു സഞ്ചാരം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ നല്ല രീതിയിൽ ആഴത്തിൽ ശക്തിയേറിയ വേരുകൾ വരുന്നു. ഈ വേരുകൾ ചെന്നിട്ട് ധാരാളം നമുക്ക് വേണ്ട ചെടികൾക്ക് വേണ്ട
മൂലകങ്ങളെ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ചെടി കൊടുക്കുന്ന ഏറ്റവും പ്രധാനം 3 മൂലകങ്ങളാണ്. ഏറ്റവും പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം, 3 ഒരേപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് SPC ബയോ ഓർഗാനിക് ഫോഴ്സ്. ഓക്കെ, അതോടൊപ്പം തന്നെ ചെടികളിൽ ബാധിക്കുന്ന പലതരത്തിലുള്ള ഫംഗസ്, ബാക്ടീരിയ ഇവകളെ എല്ലാത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഒരു പരിധി വരെ കീടങ്ങളെ സംരക്ഷിക്കാനും നമ്മൾ ഈ ഒരൊറ്റ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് സാധ്യമാകും. പിന്നെ കുറഞ്ഞ ചിലവിൽ, അതായത് നമ്മൾ വളരെ കുറഞ്ഞ സാധനമാണ് ഇത്, കുറഞ്ഞ ചിലവിൽ ചെടികൾക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും, പ്രധാന മൂലകങ്ങളെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് ഈ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. ജൈവമായതുകൊണ്ട് തന്നെ മണ്ണിലെ മറ്റ് ഉപകാരപ്രദമായ ജീവികൾക്കൊന്നും തന്നെ ക്ഷതം ഏൽക്കുന്നില്ല. അവയെല്ലാം അവിടെ വളരുകയാണ് ചെയ്യുന്നത്. അപ്പം തെങ്ങിനാണെങ്കിൽ നമ്മൾ ഈ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് തേങ്ങയുടെ എണ്ണത്തിൽ വളരെ വ്യത്യാസം വരുന്നു. മാത്രവുമല്ല തേങ്ങയ്ക്ക് തന്നെ പ്രത്യേക രുചി, ഗുണം, വലിപ്പം ഇവയെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമുക്കറിയാം ഒരു തേങ്ങയുടെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന എണ്ണയാണ് അല്ലേ. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എണ്ണ കൂടുതൽ കിട്ടുന്നു. ഇതും നമ്മളുടെ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്ന ഗുണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് വേണ്ടത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മണ്ണ് ഏറ്റവും നല്ല പുഷ്ടിയായിട്ട് വരികയാണ്. നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന എന്താ ഓർഗാനിക് അല്ലാതെ രാസത്തിലാണ് നമ്മൾ NPK എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ രാസത്തിൽ NPK കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ പല ദൂഷ്യങ്ങളുണ്ട്. എന്നാലും വേറെ ഒരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കൊടുക്കുമ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഒലിച്ച് നമ്മളുടെ ജലാശയങ്ങളിലേക്ക് ഈ രാസം NPK ചെന്ന് വീഴുന്നു. ഈ ജലാശയങ്ങളിലേക്ക് ഇത് ചെന്ന് വീഴുമ്പോൾ അവിടെ ഒരു പ്രത്യേകതരം പായൽ നിർമ്മിക്കപ്പെടും ആ വെള്ളത്തിൽ. ആ പായൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഓക്സിജൻ ലെവൽ കുറയ്ക്കുകയും വെള്ളം പൊല്യൂട്ടഡ് ആവുകയും ചെയ്യും. മാത്രമല്ല നമുക്കറിയാം പല തരത്തിലുള്ള രോഗങ്ങളും ഈ താഴ്ന്ന നിലത്തിലോട്ടാണ് എല്ലാ മൂലകങ്ങളും ഒലിച്ചൊലിച്ച്, അതായത് നമ്മളിപ്പോൾ കുളമാകട്ടെ കിണറാകട്ടെ ഇതിലേക്കെല്ലാം ഇത് വന്ന് നമുക്ക് ഒരുപാട് രോഗങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങളും. നമുക്കറിയാം ഒരു NPK എന്ന് പറയുമ്പം ഇപ്പോൾ 10 എന്നുള്ളൊരു NPK വരുവാണെങ്കിൽ അതിനകത്ത് വെറും 10% മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് ഉപയോഗമുള്ള സാധനമുള്ളൂ. മറ്റുള്ള 90% ആ നൈട്രജനെയും ഫോസ്ഫറസിനെയും പൊട്ടാസ്യത്തിനെയും അലുക്കാതിരിക്കാനും രണ്ടും കൂടി കോമ്പൗണ്ട് ആകാതിരിക്കാനും അതല്ലെങ്കിൽ ഒരിടത്തു നിന്ന് ഒലിച്ചു പോകാതിരിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ. അതെല്ലാം നമ്മുടെ മണ്ണിലേക്ക് വരുമ്പോൾ മണ്ണ് തന്നെ നശിച്ചു പോകുന്നു എന്ന് മാത്രവുമല്ല ആ മണ്ണിൽ നമ്മളിങ്ങനെ കൊടുക്കുന്ന ആ 90% ഇതും മണ്ണിൽ ഒരിക്കലും നശിക്കാതെ തന്നെ അത് കടന്ന് മണ്ണിന് തന്നെ ദോഷമാകുന്നു. അപ്പം നമ്മളുടെ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് മണ്ണ് തന്നെ സംരക്ഷിക്കപ്പെടുന്നു. മണ്ണിൽ വേരുകളെ വളരാനുള്ള ഒരു ഹോർമോൺ ചെടികൾക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള 3 പ്രധാനപ്പെട്ട മൂലകങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടിക്ക് കിട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജനെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്നു. രണ്ടാമത് മണ്ണിൽ ധാരാളം ഫോസ്ഫറസ് ഉണ്ട്. ഈ ഫോസ്ഫറസിനെ ഒരിക്കലും ചെടിക്ക് എടുക്കാൻ പറ്റുക അലയമായ രീതിയിലാണ്, അതായത് ലയിക്കാത്ത രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ഫോസ്ഫറസ് മണ്ണിലുണ്ടെങ്കിലും ചെടിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ബയോ ഓർഗാനിക് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത് മൂലം ഈ ഫോസ്ഫറസിനെ പെട്ടെന്ന് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ ലയിപ്പിച്ച്, അതായത് അത് ആ ചെടിക്ക് എടുക്കേണ്ട രീതിയിലേക്ക് ആക്കി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ നമുക്കറിയാം നല്ല രീതിയിൽ പൂക്കളെ കായാക്കാൻ, അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഏറ്റവും വേണ്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം. അപ്പോൾ പൊട്ടാസ്യം നമുക്ക് ഇത് കൊടുക്കുന്നത് വഴി ബയോ പൊട്ടാഷായിട്ട് അത് ചെടിക്ക് എടുക്കത്തക്ക രീതിയിൽ ആക്കി കൊടുക്കുന്നു. അതാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 3 മൂലകങ്ങളും ഈ ഒരൊറ്റ സാധനം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് നേരിട്ട് എടുക്കാൻ കഴിയുന്നില്ല. ഇവയെ ചെടികൾക്ക് എടുക്കാൻ പാകത്തിലുള്ള അമോണിയ അല്ലെങ്കിൽ നൈട്രേറ്റ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. മനസ്സിലായോ? രണ്ടാമത്
ഇലകളും തണ്ടുകളും ചെടികൾക്ക് നല്ല രീതിയിൽ പച്ച നിറം, നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ പച്ചപ്പ് വേണം, ഹരിതകം വേണം. അപ്പം ഇലകൾക്കും തണ്ടിനും നല്ല കരിമ്പച്ച കളർ കിട്ടി നല്ല രീതിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാനും ചെടികളിൽ ആഹാരം പാകം ചെയ്യുവാനും ഇത് കൊടുക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. ഉൽപാദനക്ഷമത കൂട്ടുന്നു, അതോടൊപ്പം തന്നെ വിളകളുടെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. പിന്നെ അടുത്തത് നമുക്കറിയാം, അമിതമായ രാസവള പ്രയോഗം മൂലം മണ്ണിന്റെ ഘടന നഷ്ടപ്പെട്ടു, നല്ല കല്ല് പോലെ ആവുന്നു അല്ല. അതോടൊപ്പം തന്നെ അസിഡിറ്റി കൂടുന്നു. നമുക്കറിയാം രാസവളങ്ങൾ മണ്ണിൽ ഉപയോഗിക്കും തോറും മണ്ണിന്റെ അസിഡിറ്റി, നമുക്ക് ഏറ്റവും പ്രധാനമാണ് pH. നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ജൈവാംശം മെച്ചപ്പെടുന്നു എന്ന് മാത്രമല്ല, മണ്ണിര ഉൾപ്പെടെ ധാരാളം നമുക്ക് ഉപകാരപ്രദമായുള്ള ബാക്ടീരിയകളും ഫംഗസുകളും ഉപകാരപ്രദമുള്ളവയെല്ലാം അവിടെ വളരുന്നു. മാത്രവുമല്ല പല ഉപദ്രവകാരികളായ ഫംഗസുകളെയും നശിപ്പിക്കുവാനായിട്ട് ഇത് മണ്ണിൽ കൊടുക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നു. ഇപ്പം രാസവളങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, മഴവെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ട് നമ്മുടെ ഒലിച്ച് ജലാശയങ്ങളിലേക്ക് കലരുമ്പോൾ ഉണ്ടാകുന്ന ആ യൂട്രോഫിക്കേഷൻ എന്നാണ് അതിന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആ വെള്ളത്തിൽ ഒരു പച്ച നിറമായി വരും, വെള്ളം ഒരു പച്ച നിറത്തിലാവുകയും അവിടെ ഓക്സിജന്റെ ലെവല് തീരെ പോവുകയും ആ വെള്ളം ഉപയോഗശൂന്യമായി മാറുകയും ചെയ്യും. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ രാസവളമായ NPK മണ്ണിൽ കൊടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ദൂഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞു 10-10-10 കൊടുക്കുന്നതുകൊണ്ടുള്ള ദൂഷ്യം. അപ്പം ഇതുപോലെ യൂട്രിഫിക്കേഷൻ നടക്കുന്നത് നമ്മൾ രാസവളത്തിലുള്ള NPK. പക്ഷെ നമ്മളുടെ ഓർഗാനിക് ആയിട്ടുള്ള ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ചെടിക്ക് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങളും വരുന്നില്ലെന്ന് മാത്രമല്ല, ഈ നൈട്രജന്റെ അളവ് സ്വാഭാവികമായ രീതിയിൽ തന്നെ മണ്ണിൽ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തത് ഞാൻ അതിൻ്റെ തന്നെ നൈട്രജന്റെ പോലെ തന്നെയുള്ളതാണ് ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസ് നമുക്കറിയാം ഫോസ്ഫറസ് പല രീതിയിലും നമുക്ക് മണ്ണിൽ ഉണ്ടെങ്കിലും അത് ചെടിക്ക് എടുക്കാൻ പറ്റാത്ത അലേയമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇത് കൊടുക്കുന്നതുകൊണ്ട് ലയിപ്പിച്ച് പെട്ടെന്ന് വേരുകളിൽ കൂടി എടുക്കുകയും ആ മണ്ണിലെ ദോഷകരമായ കുമിളുകളെയും രോഗകാരികളായ എല്ലാത്തിനെയും പ്രതിരോധിക്കുവാനും ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും അതുപോലെ പെട്ടെന്നുള്ള വളർച്ച, ചെടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞു തണ്ടിന് നല്ല കട്ടി, ഇലകൾക്ക് നല്ല വലിപ്പം, നല്ല വളർച്ച, ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മണ്ണിൽ ഫോസ്ഫറസ് ഈ ഒരൊറ്റ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ ലയിക്കാത്ത രൂപത്തിലിരിക്കുന്ന ചെടികൾക്ക് നേരിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുന്ന ഫോസ്ഫറസിനെ നമ്മൾ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് നേരിട്ട് ചെടിക്ക് എടുക്കാനും അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ചെടികൾക്ക് അത് ഉപയോഗിക്കുവാനും ചെടികൾക്ക് നല്ല ബലവും ഉള്ളതും അതോടൊപ്പം തന്നെ ആഴത്തിലിറങ്ങാനുമുള്ള വേരുകളുണ്ടാകുന്നു. നമുക്കറിയാം ഏറ്റവും പ്രധാനം ചെടികളുടെ വേരുകളാണ്. ഈ വേരുകളിൽ കൂടിയാണ് വളത്തെ എടുക്കുന്നത്. അപ്പം ശക്തിയേറിയ നല്ല ആഴത്തിലുള്ള ബലത്തിലുള്ള വേരുകൾ കിട്ടാനായിട്ട് നമ്മുടെ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. അലഭ്യം എന്ന് പറഞ്ഞാൽ ലഭ്യമല്ലാത്ത പൊട്ടാസ്യത്തെ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് ചെടിക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് തണ്ടുകൾക്കും വേരിനും നല്ല ബലം നൽകുന്നു, പൂക്കളും കായകളും പൊഴിയുന്നത് തടയുന്നു, പഴങ്ങൾ, കിഴങ്ങുകൾ, വിത്തുകൾ ഇവയുടെ എല്ലാം വലിപ്പം, തൂക്കം, അതോടൊപ്പം തന്നെ തിളക്കം, രുചി ഇവയെല്ലാം വർദ്ധിപ്പിക്കുന്നതും നമ്മളുടെ ഇത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് സാധ്യത. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും, പ്രധാന മൂലകങ്ങളെല്ലാം ഈ ഒരൊറ്റ ജൈവ രീതിയിൽ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് SPC ബയോ ഓർഗാനിക് ഫോഴ്സ്. ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളെ ഒരു പരിധിവരെ ഇത് നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളെല്ലാം വളരാനൊരു വളർച്ചാ ത്വരിതകമായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫംഗിസൈഡുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇത് പ്രധാന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മണ്ണിനൊരല്പം നനവൊക്കെ വേണം. മൂന്നാമത്തെ കാര്യം, ഇത് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പയറിയൊക്കെ നോക്കി വേണം ഉപയോഗിക്കാൻ. വൈകുന്നേരമോ രാവിലെയോ അല്ലെ എക്സ്ട്രീം ആയിട്ടുള്ള ഹോട്ടൊക്കെ ഉള്ളപ്പം വരൾച്ച ഉള്ള സ്ഥലത്ത് നമ്മുടെ ബയോ ഓർഗാനിക് ഫോഴ്സ്
ഉപയോഗിച്ച മണ്ണാണെങ്കിൽ അത് അവിടെ വരൾച്ചയെ അത് എതിർക്കുന്നു, വളർച്ച തടസ്സപ്പെടുത്തുന്നു ഇത് കൊടുക്കുന്നത് കൊണ്ട്. അതോടൊപ്പം തന്നെ പൂവിടുന്നതും കായിടുന്നതിനും തന്നെ തൊട്ട് മുമ്പ് കൊടുത്താൽ, ഈ നമുക്ക് ഓരോ ചെടികൾക്ക് ഓരോ സീസൺ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഒരു സീസണിന് തൊട്ട് മുമ്പ് നമ്മൾ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി നിറച്ച് പൂക്കുകയും പൂക്കളെല്ലാം തന്നെ കായായി മാറുകയും ചെയ്യും. ഇത് എല്ലാ ചെടികൾക്കും നമ്മളുടെ കൊടുക്കുന്ന എല്ലാ ചെടികൾക്കും കൊടുക്കാനും പറ്റും. മാത്രവുമല്ല വളരെ സേഫായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ മണ്ണിനോ മനുഷ്യർക്കോ പ്രകൃതിക്കോ യാതൊരുവിധ ദൂഷ്യവുമില്ല. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറവാണ്. നമ്മൾ ഒരുപാട് മേടിച്ച് നമ്മൾ രാസവളം ഇടുന്നതിൻ്റെയൊക്കെ ഒരു 10-1 ഭാഗം പോലും ഇതിൻ്റെ നമുക്ക് ചിലവ് വരുന്നില്ല. പിന്നെ ഇത് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയോ കൊടുക്കാം. അതോടൊപ്പം തന്നെ ചെടികളുടെ ചോട്ടിൽ ഒരു ജൈവാംശമുള്ള മണ്ണിൽ നേരിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു 15 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിൽ നമ്മൾ ജൈവാംശമുള്ള മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ കൂടെയും ഇടാം. നമ്മുടെ ജൈവവളങ്ങളുണ്ട്, നമ്മുടെ ബയോ പവർ അല്ലെങ്കിൽ ഭൂമിത്ര, ഇവയുടെ എല്ലാത്തിൻ്റെ രണ്ടിൻ്റെയും കൂടെ നമുക്ക് മിക്സ് ചെയ്തും ഉപയോഗിക്കാം. അതായത് നമ്മളുടെ ബയോ ഓർഗാനിക് ഫോഴ്സ് വെള്ളത്തിൽ കലക്കിയിട്ട്, ഇപ്പം നമ്മളുടെ ഒരു കുപ്പി 1 ലിറ്റർ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു 100 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കാം. ജൈവാംശമുള്ള മണ്ണിലേക്ക് നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും മണ്ണിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണം. കാരണം മണ്ണിലൂടെയാണ് NPK, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു, നൈട്രജൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ഇത് നമുക്ക് വളരാനായിട്ടുള്ള ഒരു മീഡിയ വേണം, അതാണ് മണ്ണ്. അപ്പം മണ്ണിൽ കൊടുക്കുന്നതാണ്. പിന്നെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള, ഒരു കാരണവശാലും ഫംഗിസൈഡുകളൊന്നും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ പാടില്ല, ഇതുള്ള മണ്ണിലും ഉപയോഗിക്കാൻ പാടില്ല. അതായത് എഴുതിയെടുക്കാനുള്ളവരുണ്ടെങ്കിൽ പ്രധാന പോയിന്റ്സ് ഞാൻ പറയാം. അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് നേരിട്ടെടുക്കാൻ കഴിയൂല. ഇവയെ ചെടികൾക്ക് എടുക്കാൻ പാകത്തിലുള്ള അമോണിയ അതല്ലെങ്കിൽ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് നൈട്രജൻ ഫിക്സേഷൻ. നമ്മൾ ബയോ ഓർഗാനിക് ഫോഴ്സ് മണ്ണിൽ കൊടുക്കുന്നത് മൂലം ഇതേപോലുള്ള നൈട്രജൻ ഫിക്സേഷൻ മണ്ണിൽ നടക്കുകയും ചെടികൾക്ക് വേണ്ട നൈട്രജൻ കിട്ടുകയും ചെയ്യുന്നു. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക മൂലകങ്ങൾ എന്ന് പറയും. അതായത് നമുക്ക് ചെടികൾക്ക് വേണ്ട മൂലകങ്ങളെ പ്രധാനമായിട്ടും 3 തരം തിരിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനം പ്രാഥമിക മൂലകങ്ങൾ, ദ്വിതീയ മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ. പ്രാഥമിക മൂലകങ്ങളിൽ ഉൾപ്പെട്ടതാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും. അപ്പം നമ്മളുടെ ഈ ബയോ ഓർഗാനിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ രീതിയിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഈ നൈട്രജൻ നമുക്ക് ഒരു ചെടിയിൽ വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ട് ഇലകളും തണ്ടുകളും അതുപോലെ ചെടിക്കും നല്ല രീതിയിൽ പച്ചപ്പ് നിലനിർത്തുന്നത്, അതായത് ഹരിതകം നിലനിർത്തുന്നത്. അപ്പോൾ ഹരിതകം എന്തിനാണെന്ന് പറയണം. ഹരിതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം നടന്ന് ചെടികളിൽ ആഹാരം പാചകം ചെയ്യാനായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകം. ഈ നൈട്രജൻ ഡെഫിഷ്യൻസി നമുക്ക് കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ ഏറ്റവും അടിയിലത്തെ ഇലകളിൽ മഞ്ഞളിപ്പുകയാണ്. മുകളിലത്തൊന്ന്, അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂവിങ് എലമെൻ്റാണ്, അതായത് ചലിക്കുന്ന ഒരു ഇതാണ്, മൂലകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുമ്പോൾ അത് മുകളിലത്തെ ഇലകളിലൊന്നും അല്ല, അത് ഏറ്റവും ചലിച്ച് ഏറ്റവും അടിയിലത്തെ ഇലകളിൽ മഞ്ഞളിപ്പ് കാണുന്നതാണ് അതിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുന്നത്. അപ്പോൾ ഇത് കുറയുന്നത് കൊണ്ട് ഉൽപാദനക്ഷമത കുറയുന്നു. ചെടികളിൽ ഉൽപാദനക്ഷമത കുറയുന്നു എന്ന് മാത്രമല്ല, ചെടി വളർച്ചയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം നൈട്രജൻ്റെ ഇത് നമ്മൾ കൊടുക്കുന്നത് മൂലം വിളകളുടെ ഉൽപാദനക്ഷമതയും ഗുണമേന്മയും വർദ്ധിക്കുന്നു. മിതമായ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിൻ്റെ ഘടന നഷ്ടപ്പെടുകയും, മണ്ണിൻ്റെ ഘടന മീൻസ് ചെടിക്ക് മണ്ണിൽ ഒരു സോഫ്റ്റ്നെസ് ഇല്ല, കല്ല് പോലെ ഇരിക്കും. നമ്മൾ മണ്ണിൽ കൊണ്ടിപ്പം കട്ടിയുള്ള മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ആ ഉപരിതലത്തിൽ കൂടി വെള്ളം ഒഴുകി അങ്ങ് പുറത്തോട്ട് പോവുകയുള്ളൂ, അല്ലാതെ അകത്തോട്ട് പോവില്ല. മനസ്സിലായോ? ഘടന. അപ്പോൾ മണ്ണിൻ്റെ ഘടന നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള മണ്ണിലാണ് എന്താ ഗുണം?
അതായത് വേരുകൾ നല്ല രീതിയിൽ ആഴത്തിൽ പോകുന്നു, ശക്തിയേറിയതും ബലമുള്ളതും നീളമുള്ളതുമായ വേരുകൾ വരും. ഈ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിൽ ചെന്ന് വളത്തെ വലിച്ചെടുക്കുന്നു എന്ന് മാത്രവുമല്ല, ഈ വേരുകൾക്ക് മണ്ണിൽ കൂടി ഈ വേരുകളെ മണ്ണിൽ കൂടി എത്ര ആഴത്തിൽ പോകാൻ പറ്റ രീതിയിൽ മണ്ണിനെ അത്ര സോഫ്റ്റ് ആക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളത്തെ പിടിച്ചു വെക്കാൻ പറ്റുന്നു. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കട്ടിയുള്ള മണ്ണിൽ വെള്ളം ഒഴിച്ചാൽ ഒഴുകിപ്പോകും. പക്ഷേ ഇത് അബ്സോർവ് ചെയ്യും, വെള്ളത്തെ അബ്സോർവ് ചെയ്തിട്ട് ആ കുറേ നാളത്തേക്ക് അവിടെ വരും. പിന്നെ ഏറ്റവും പ്രധാനം, നനവുള്ള മണ്ണിൽ എന്താ ഉണ്ടാകുന്നത്? സൂക്ഷ്മജീവികൾ, ഉപകാരപ്രദമുള്ള സൂക്ഷ്മജീവികൾ അവിടെ വളരുന്നു. സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മുതലേ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും പറയാണ്. സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള സൂക്ഷ്മജീവികളാണ് ഉപകാരപ്രദമായിട്ടുള്ളത് തന്നെയുള്ളത്. ഒന്ന്, എല്ലാ നമ്മുടെ ജൈവാംശത്തെ അഴുകിക്കുന്ന ഒരു വർഗം. രണ്ടാമത് സൂക്ഷ്മജീവികളാണ്. ഏതാണ്? നമ്മൾ ഇടുന്ന വളത്തെ ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ ആക്കുന്ന സൂക്ഷ്മജീവികൾ. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ചെടികൾക്ക് വേണ്ട നൈട്രജനെയും ഫോസ്ഫറസിനെയും പൊട്ടാസ്യത്തിനെയും ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള സൂക്ഷ്മജീവി. അപ്പം നമ്മളിതൊരു സൂക്ഷ്മ കൂട്ടാണ്. ഇത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. മണ്ണിൽ ഒരു നനവ് വേണം. അതോടൊപ്പം തന്നെ ഇത് കൊടുക്കുന്നതിനോടൊപ്പമോ അതിൻ്റെ തൊട്ടടുത്തോ ഒന്നും ഫംഗിസൈഡുകളൊന്നും ഉപയോഗിക്കാനും പാടില്ല. ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥ, അതായത് ശക്തമായ മഴയുള്ളപ്പോഴോ അല്ലെങ്കിൽ ശക്തമായ വെയിലുള്ളപ്പോഴോ ഇത് ഉപയോഗിക്കരുത്. ഒരു രാവിലെയോ വൈകുന്നേരമോ സമയങ്ങളിൽ ഇത് മണ്ണിൽ ഉപയോഗിച്ച് കൊടുക്കുക. മണ്ണിൽ നമുക്ക് 3 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, നേരിട്ട് ഒരു ജൈവാംശമുള്ള മണ്ണിൽ നേരിട്ട് ഉപയോഗിക്കാം. രണ്ടാമത് എന്താണ്? നമ്മുടെ ജൈവ വളത്തിൻ്റെ കൂടെയോ ചാണകത്തിൻ്റെ കൂടെയോ എല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. മൂന്നാമത്, ഇറിഗേഷൻ വഴിയും ഉപയോഗിക്കാം. പിന്നെ നമുക്കിത് വിത്തുപചാര സമയത്തും വേരിൽ മുക്കിയും ഇത് ചെടികളിലേക്ക് കൊടുക്കാവുന്നതാണ്. മേഡം, എനിക്ക് സംശയം ചോദിച്ചു. ഒരു 15 ml ആണോ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കൊണ്ട്? 1 ലിറ്റർ വെള്ളത്തിൽ 15 ml കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല, ചോട്ടിൽ വെച്ച് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്യരുത്, മണ്ണി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇറിഗേഷൻ, അതായത് നിങ്ങളിപ്പോ ഇറിഗേഷൻ ഒക്കെ ചെയ്യുമല്ലോ, ഡ്രിപ്പ് ഇറിഗേഷൻ, അതൊക്കെ ആണെങ്കിൽ ആ മുകളിൽ ടാങ്കിൽ അത് ആ ഒരു ഡൈല്യൂഷനിൽ കൊടുത്താൽ മതി. താങ്ക് യു മാഡം. ഈ ബയോഗ്രോത്തും ഇതും തമ്മിലുള്ള വ്യത്യാസം തന്നെ? ബയോഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പലതര ഹെർബൽസിന്റെ എക്സ്ട്രാക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഒന്നാണ്. മനസ്സിലായോ? അതായത് നമുക്ക് അന്തരീക്ഷത്തിൽ തന്നെ എല്ലാ മൂലകങ്ങളെയും കിട്ടുന്ന പലതരം പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എരിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബോറോൺ കിട്ടുന്നത്. അതുപോലെ ധൃതരാഷ്ട്ര പച്ച, അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം കിട്ടുന്നത്. അപ്പോൾ ഓരോ ഇലകളിലും അതുമൊക്കെ അതിൻ്റെതായ രീതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതിനെ എല്ലാം ഇടിച്ചു പിഴിഞ്ഞ് നീന്തിപ്പോൾ അലോവേര, അങ്ങനെ ഓരോ ചെടി അതിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്നും ഹെർബൽസിൽ നിന്നും അതിൻ്റെതായ ബേസൊക്കെ ഇടിച്ച് ഉണ്ടാക്കുന്ന സാധനമാണിത്. പക്ഷെ നമ്മുടെ ബയോ ഓർഗാനിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ ബയോ ഫെർട്ടിലൈസറാണ്. മറ്റത് ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. മനസ്സിലായോ? ഇത് ബയോ ഫെർട്ടിലൈസറാണ്, മറ്റേത് ഓർഗാനിക് ഫെർട്ടിലൈസർ. ശരി, താങ്ക് യു. ഹലോ മാഡം. ഇതിന് എക്സ്പയറി എത്ര വർഷമുണ്ട്? ഇത് നമുക്ക് 3 വർഷമുണ്ട് കേട്ടോ. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചോദിച്ചത് നന്നായി. നമ്മളിത് വെയിലൊക്കെ ഉള്ളിടത്ത് കൊണ്ടേ വെക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ തുറന്ന് വെക്കുകയും ചെയ്താൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നല്ല ടൈറ്റായിട്ട് നല്ല ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. 3 വർഷം വരെ ഇതിന് എക്സ്പയർ ചെയ്യുന്നു. ഇത് എത്ര പ്രാവശ്യം ഉപയോഗിക്കണം? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതിയോ? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ അത് അവിടെ തന്നെ വളരും. മനസ്സിലായോ? പക്ഷേ നമ്മൾ അത് എക്കോ ഫ്രണ്ട്ലി ഒന്നും അല്ലാത്ത, അതായത് ഒരു നല്ല ജൈവാംശവും അതോടൊപ്പം നല്ല ഈർപ്പവും ഒക്കെ ആണെങ്കിൽ അത് അവിടെ തന്നെ നമുക്ക് അത്രയും നാൾ ഉപയോഗിക്കേണ്ടി വരില്ല. പക്ഷെ അല്ലാത്തൊരവസ്ഥയിൽ 2-3 തവണയൊക്കെ ഉപയോഗിക്കാം. ഇതിപ്പോ തെങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു പ്രാവശ്യം കൊടുത്താൽ മതിയോ?
തെങ്ങിലേക്കൊക്കെ. തെങ്ങിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നനയൊക്കെ കൊടുക്കുന്ന തെങ്ങായിരിക്കണം. മാത്രവുമല്ല ഒരു കാരണവശാലും കെമിക്കലൊന്നും അതിൻ്റെ കൂടെ ഇടാൻ പാടില്ല. ഫംഗിസൈഡ് ഒന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. മേഡം തെങ്ങിന് എത്ര ലിറ്റർ കൊടുക്കണം? തെങ്ങിന് എത്ര ലിറ്റർ കൊടുക്കണം? തെങ്ങിന് നമുക്ക് ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 15 ml വെച്ച് ഒരു 3 ലിറ്ററൊക്കെ മതി. 3-4 ലിറ്ററൊക്കെ കൊടുക്കാം. കവുങ്ങിനോ? കവുങ്ങിന് ഒരു 1 ലിറ്റർ മതി. വാഴക്ക് 1 ലിറ്റർ മതിയോ? വാഴയ്ക്ക് 1 ലിറ്റർ തന്നെ വേണ്ട. മേഡം, ഈ വാഴ നമ്മള് ഇത് മാത്രം ഉപയോഗിച്ച് വാഴ വെച്ചോളൂ. നമ്മള് ബയോഗ്രോത്ത് വെച്ച് ഞാൻ ഒരു കർഷകന് വാഴക്ക് കൊടുത്തിട്ടുണ്ട്. ഹോമിയോ കൊടുത്തിട്ടുണ്ട്. ഹോമിയോയില് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഈ ബയോഗ്രോത്ത് മാത്രം കൊടുത്തിട്ട് വാഴ കർഷകൻ കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ലത് തന്നെ. നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ എല്ലാം കൂടി കൊടുക്കുന്നതാണ് നല്ലത്. മനസ്സിലായി? ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബയോ ഗാർഡും പിന്നെ നമുക്ക് ഹോമിയോയും പിന്നെ ഇത് രണ്ടെണ്ണം. ഇത് നമുക്ക് ബയോ ഓർഗാനിക് ഫോഴ്സും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ ഫംഗസ് ഇതൊക്കെ വരാതിരിക്കാനൊക്കെ ക്യൂർ പ്ലസ് ഒക്കെ വളരെ ചെറിയ രീതിയിൽ തുടക്കം മുതലേ അങ്ങ് കൊടുത്തു തുടങ്ങുക. അപ്പോൾ പിന്നെ വരൂല. അതാണ് നമ്മളിപ്പോൾ വന്ന് ചെയ്യുന്നതിൽ നല്ലത്. തുടക്കം മുതലേ ശരിക്കും ക്യൂർ പ്ലസ് ഒക്കെ എൻറിച്ച് ചെയ്തൊക്കെ തുടക്കം മുതലേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ മൂലവും അതുപോലെ തന്നെ ഫംഗസ് മൂലമുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. മേഡം, പുതിയ ക്യൂർ പ്ലസിന് കൂടെ ഇത് കൂട്ടി കൊടുത്തൂടെ? ഏതാ പുതിയ ക്യൂർ പ്ലസ് ഉണ്ടല്ലോ, കൊടുക്കാം. ക്യൂർ പ്ലസ് പുതിയ ഇറങ്ങി അതിന്റെ കൂടെ ഇത് കൊടുത്തൂടെ? കൊടുക്കാം. Thank you. എപ്പോഴും സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. ഹലോ മാഡം, പറഞ്ഞു. നെല്ലിന് എങ്ങനെ കൊടുക്കുന്നത്? നെല്ലിന് ഇതുപോലെ തന്നെ വെള്ളം ഒരു 100 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതങ്ങോട്ട് ഒരു ബോട്ടിൽ നല്ല രീതിയിൽ കലക്കുക. എന്നിട്ട് ആ ചുമ്മാതെ ജൈവാംശമുള്ള ചോട്ടിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി. ട്രെഞ്ചിങ് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അല്ലേ? സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല. മണ്ണിലേ വീഴ്ത്തട്ടെ. ഇത് മണ്ണിലേക്കാണ് വീഴേണ്ടത്. അല്ലെങ്കിൽ പിന്നെ വേറൊരു പണി വെച്ചാൽ നിങ്ങൾ വളം ഇടുമല്ലോ, ജൈവവളത്തിന്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മാഡം, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചു. അതായത് നമ്മളിപ്പോ ബയോ പവർ ഉണ്ടല്ലോ നമ്മുടെ, അത് ഈ തെങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ബയോ ഓർഗാനിക് ഫോഴ്സ് ആണോ, ഏതാണ് തെങ്ങിന് ഏറ്റവും ഗുണപ്രദമായിട്ട് വരുന്നത്? അതായത് ബയോ ഓർഗാനിക് ഫോഴ്സും ബയോ പവറും കൂടി കൊടുക്കണം. ബയോ പവർ എന്ന് പറഞ്ഞാൽ ബയോ ഓർഗാനിക് ഫോഴ്സിന് വളരാനുള്ള ഒരു മീഡിയ ആണ് കേട്ടോ, മീഡിയ. അതായത് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ഇത് കൊടുക്കണം. അതായത് ബയോ പവറിൽ നമ്മൾ ബയോ ഓർഗാനിക് ഫോഴ്സ് കൊടുക്കാം. അതാണ് അപ്പൊ അതിന്റെ ആ ഒരു ഇതെല്ലാം ഈ പറഞ്ഞ ഇതേ അളവ് തന്നെയാണോ, ഈ രീതി തന്നെയാണോ അപ്ലൈ ചെയ്യേണ്ടത്? അതെ അപ്ലൈ ചെയ്താൽ. ഓക്കെ, റൈറ്റ്. മറ്റു ഈ പറഞ്ഞ ടേംസ് ഒക്കെ ഈ കാലാവസ്ഥയുടെ കാര്യങ്ങളും അതുപോലെ സമയ ക്രമീകരണം എല്ലാം ഈ ബയോ പവർ മിക്സ് ചെയ്യുമ്പോഴും ബാധകമാണ് അല്ലേ? എല്ലാത്തിനും. അതായത് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്കൊന്നും കൊണ്ട് കൊടുക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള സമയത്തൊന്നും കൊടുക്കരുത്. വെള്ളമൊക്കെ ഇപ്പം ഭയങ്കര മഴയൊക്കെ ഇല്ലാത്ത സമയത്ത്. നനവുള്ളത് നല്ലതാ. നനവുള്ള കാലാവസ്ഥ നനവ് വേണം, പക്ഷെ വെള്ളക്കെട്ട് പാടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു നനഞ്ഞിരിക്കുന്ന ഒരു മണ്ണാണ്, അല്ലെങ്കിൽ ചെറിയ തോതിൽ മഴ പെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ ഇത് നമുക്ക് രാവിലെകളിലോ വൈകുന്നേരങ്ങളിലോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കൊടുക്കണ്ട, മഴ മാറുന്ന സമയത്ത് കൊടുക്കണം. കാരണം അത് ഒലിച്ചു പോവല്ലോ. മനസ്സിലായി. അതെങ്ങനെയാ നമ്മള് മണ്ണിന്റെ ഒരു വ്യത്യാസം? നമ്മളിപ്പം തെങ്ങൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഹോമിയോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എങ്ങനെയുണ്ടോ? എങ്ങനെയാണ് അതിന്റെ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേരല്ല ഇവിടെ. ഇതിനെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ വേരിൽ നേരിട്ട് എടുക്കുക എന്നുള്ളതല്ല. ഇത് കൊടുക്കുന്നത് മണ്ണിൽ ജൈവാംശത്തിൽ കൊടുക്കുകയാണ്. മണ്ണിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മണ്ണാണ് ഇതെല്ലാം മണ്ണിലേക്ക് എടുത്ത് വളർന്ന് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? അതിന് വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുക്കുക. അപ്പം അവിടെ വളരുമ്പോൾ അത് ഈ നൈട്രജനെയും ഫോസ്ഫറസിനെയും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്.
ഒരു മീഡിയ വേണം. മേഡം റബ്ബറിന് വേണ്ടത് ഈ കണക്ക് കൊടുത്താൽ മതിയോ? ഇത് എല്ലാത്തിനും ഇതേ മെത്തേഡാണ്. ഇത് മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിൽ അത് അവിടെ വളർന്ന് NPK നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കിട്ടുന്നു. മനസ്സിലായോ? ഇതിപ്പോ ഈ കവുങ്ങിന് എങ്ങനെയാ, പേരയ്ക്ക് എങ്ങനെയാ, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ഇത് മണ്ണിനെയാണ് നമ്മൾ ശരിയാക്കുന്നത്, ചെടീനെ അല്ല നമ്മളിവിടെ കൊടുക്കുന്നത്, മണ്ണിനെ. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായോ? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. മണ്ണിലേക്കാണ് നമ്മൾ കൊടുക്കണം. അപ്പൊ മണ്ണിനെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്. ആ മണ്ണാണ് ഇതിനെല്ലാം കൊടുത്ത് ചെടിക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? മണ്ണിൽ കൂടി അതായത് pH ഇത് കൊടുക്കുന്നത് കൊണ്ട് നശിക്കത്തില്ല. നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് pH പിന്നെ ബാലൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ pH ബാലൻസ് ആവുന്നതാണ് നല്ലത്. അതായത് നമുക്ക് ഉപകാരപ്രദമായുള്ള എല്ലാ സൂക്ഷ്മജീവികൾക്കും വളരുന്നത് ആക്ച്വലി 7 എന്ന pH-ലാണ്. മനസ്സിലായോ? പിന്നെ എങ്കിൽ പോലും ഒരിച്ചിരി pH കുറഞ്ഞ മണ്ണിലും ഇതിട്ട് കൊടുത്താൽ ജൈവാംശവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു റബ്ബറിനെ സംബന്ധിച്ച് 4.5 to 6 ആണ് അതിന്റെ pH വേണ്ടത് ആക്ച്വലി. അപ്പൊ ആ ഒരു pH-ലും ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വളരും. മാഡം വളത്തോടൊപ്പം ആണ് കൊടുക്കുന്നതെങ്കിൽ 50 കിലോയ്ക്ക് എത്ര ലിറ്റർ അങ്ങനെ കണക്കുണ്ടോ? 1/2 ലിറ്റർ കൊടുക്കുന്നതല്ല, അതായത് 100 കിലോയ്ക്ക് 1 ലിറ്റർ കൊടുക്കുന്ന. പിന്നെ ഇതൊക്കെ ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കൂടിയാലോ ഇച്ചിരി കുറഞ്ഞാലോ ഒന്നും അങ്ങനെ വലിയ ദൂഷ്യങ്ങളൊന്നുമില്ല. അതവിടെ കിടന്ന് ഇങ്ങനെ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരും. നമ്മൾ പറയുവാണെങ്കിൽ അസോസ്പൈറിലം, അസറ്റോബാക്ടർ, റൈസോബിയം, പിന്നെ ഇപ്പം വെർട്ടിസീലിയം ലെക്കാനിസീലിയം ലെക്കാനി, സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, അതോടൊപ്പം തന്നെ ബാസിലസ് സബ്സ്റ്റിലസ്, ബാസിലസ് തുറിഞ്ചിയൻസ്, ഇങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് മനപ്പാഠം പഠിച്ചിരിക്കണം എന്നൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴാണ് ആളുകൾക്കൊരു ആകെ എന്താണ് എന്നൊക്കെ ഒരു സംശയം വരുന്നത്. അതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞ അങ്ങനത്തെ എല്ലാം ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയും കേട്ടോ. ബയോ ഫെർട്ടിലൈസേഴ്സും ബയോ കൺട്രോൾസും ഉണ്ട്. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് മണ്ണിൽ ധാരാളം വളവും കൊടുക്കും, അതോടൊപ്പം തന്നെ ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളെ അവിടെ വളരുന്നു, ഉപദ്രവകാരിയായ സൂക്ഷ്മജീവികളെ അവിടെ കൊല്ലുന്നു. അങ്ങനത്തെതാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഇതാണ് ബയോ ഫെർട്ടിലൈസർ. പിന്നെ ബയോ കൺട്രോൾസ് ഉണ്ട്. ബയോ കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ക്യൂർ പ്ലസ്, അതായത് ഫംഗിസൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ഉണ്ട്. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ്. മനസ്സിലായി? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്ടിപ്പെടുത്തുന്നു, അവിടെ നമുക്ക് വേണ്ട എല്ലാ മൂലകങ്ങളെയും കൊടുക്കുന്നു. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഇതെല്ലാം ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു പാർട്ടാണ് ബയോ കൺട്രോൾസും ബയോ ഫെർട്ടിലൈസേഴ്സും. നമ്മൾ മണ്ണിൽ എപ്പോഴും ജൈവാംശം കൊടുത്തുകൊണ്ടിരിക്കുക. ജൈവാംശം എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. ജൈവാംശം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും അവ തന്നെയും ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളും അവ തന്നെയും മണ്ണിൽ ചേരുന്നതാണ് ഈ ജൈവാംശം. അപ്പോൾ ഈ ജൈവാംശം മണ്ണിലുണ്ടെങ്കിലാണ് ഇതൊക്കെ അവിടെ വളരുള്ളൂ. ഇപ്പം ശരിക്കും പാറ പൊടിച്ച് കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇത് വളരത്തില്ല. ഇതുങ്ങൾക്കൊക്കെ വളരാനായിട്ടൊരു മീഡിയ വേണം കേട്ടോ. അതൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം. മാഡം, ഈ ബയോ ഫെർട്ടിലൈസേഴ്സ് തന്നെയാണോ ഈ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഓർഗാനിക്? യഥാർത്ഥത്തിൽ അത് തന്നെയാണോ? എല്ലാ ജീവാണുവളങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ടോ? അല്ല, ബയോ ഫെർട്ടിലൈസേഴ്സും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും രണ്ടാണ്. അതല്ലേ പറഞ്ഞത്. ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചല്ലോ, ബയോ ഗ്രോത്തും നമ്മുടെ ബയോ ഓർഗാനിക് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബയോ ഓർഗാനിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവാണുവളം, മനസ്സിലായോ? മറ്റേ ബയോ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ജൈവവളം. ഓക്കെ മാം, താങ്ക് യു. നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് പറയാം. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം താങ്ക് യു.